കോഴിക്കോട്ടെ സാമൂതിരി രാജാവ് തനിക്ക് ചുറ്റുമുള്ള അതിർത്തികൾ കീഴടക്കാൻ മാത്രമല്ല മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു. തൻ്റെ സഭയിലെ പണ്ഡിതന്മാർക്ക് അദ്ദേഹം നല്ല ബഹുമാനവും പ്രോത്സാഹനവുമൊക്കെ നൽകിയിരുന്നു. അതിനെ തുടർന്ന് കോഴിക്കോട്ടെ താലി ക്ഷേത്രത്തിൽ വെച്ച് പണ്ഡിതന്മാരുടെ ഒരു സംവാദം വിളിച്ചുകൂട്ടാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ സംവാദമാണ് രേവതി പട്ടത്താനം എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്നാൽ ഇതിനു മുൻപ് ആണിയൂർ നമ്പൂതിരി പൊതുവിജ്ഞാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സംവാദം വിളിച്ചുകൂട്ടാൻ സാമൂതിരി രാജാവിനോട് ആവശ്യപ്പെട്ടിരുന്നു. സാമൂതിരി ഈ ആവശ്യം അംഗീകരിക്കുകയും രേവതി പട്ടത്താനം വിളിച്ചുകൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തു. മീമാംസ, വേദാന്തം, യുക്തി, ഗ്രാമർ തുടങ്ങിയ കാര്യങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പണ്ഡിതന്മാർക്ക് ഭട്ടസ്ഥാനം എന്നൊരു സ്ഥാനം കൊടുക്കുന്ന രീതി കേരളത്തിൽ പണ്ടേ നിലനിന്നിരുന്നു. ഇതേ കാര്യം സാമൂതിരിയുടെ കീഴിലുള്ള ഈ സംവാദത്തിലും നടത്തിപ്പോന്നു. രേവതി പട്ടത്താനം എന്ന ഈ സംവാദത്തിൽ ഏറ്റവും മികച്ച പണ്ഡിതനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് ഭട്ടസ്ഥാനം നൽകി ആദരിച്ചിരുന്നു. കൂടാതെ അയാളെ ഭട്ട എന്ന് വിളിക്കുകയും ചെയ്തു. പിന്നീട് കാലക്രമേണ ഭട്ടസ്ഥാനം പട്ടത്താനം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അന്നു തൊട്ടാണ് പണ്ഡിതന്മാർ വിളിച്ചുകൂട്ടുന്ന ഈ സംവാദം രേവതി പട്ടത്താനം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ സംവാദത്തിൽ പണ്ഡിതന്മാർ ഭട്ടമീമാംസ, പ്രഭാകർ മീമാംസ, വേദാന്തം, വ്യാകരണം, തർക്കം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പല ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. ചില സമയങ്ങളിൽ ഒന്നോ രണ്ടോ പണ്ഡിതന്മാർ ഭട്ടന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കൂടാതെ സംവാദത്തിൽ പങ്കെടുക്കുന്നവർക്ക് സമ്മാനങ്ങളും മറ്റ് ഉപഹാരങ്ങളും നൽകിയിരുന്നു. ആദ്യകാലത്ത് രേവതി പട്ടത്താനം ഒരു മത്സരമൊക്കെ ആയിട്ടാണ് നടത്തിയിരുന്നത്. സംവാദത്തിൽ വിജയികളാവുന്നവർക്ക് 101 പണം നൽകിയിരുന്നു. അക്കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഒരു പ്രധാന കവിക്ക് മത്സരത്തിൽ ജയിക്കാൻ 5-6 തവണ ഈ സംവാദത്തിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഒരു കഥയുണ്ട്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം ചരിത്രപരമായ വീഡിയോസൊക്കെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.